ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ഒരു മിന്നാം മിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ഒരു മിന്നാം മിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആരാരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോലാലോലം ആനന്ദ നൃത്തമാർന്നു. ആലോലം ആനന്ദ നൃത്തമാർന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ഇതെല്ലാം കൂടെ അയാളുടെ വെട്ടി കൊള്ളുവെന്നാ എനിക്കിപ്പോ പേടി. രവിയുടെ ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ട് അവിടെ കുറെ പേരുള്ളതാ. വെറും കൈയോടെ പോയാ നമുക്കാ കുറച്ചില്. മാഷക്ക് അതുവല്ലോ അറിയോ? അല്ല, ഈ ചക്ക ഇപ്പൊ എങ്ങനെയാ കൊടുത്തയക്ക? അയ്യോ, ഇത് വരട്ടാനാ, അല്ലാണ്ട് ചക്കയായിട്ട് ആരെങ്കിലും കൊടുത്തയക്കോ? മാഷ് ഇതൊന്നും മുറിച്ചേ. പോകാൻ എനിക്കും വിഷമമുണ്ട്. പക്ഷെ പോയല്ലേ പറ്റൂ. ഏറ്റവും സമാധാനം തന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നതിലാണ്. മാസ്റ്ററേയും ടീച്ചറുടെ അടുത്ത് താൻ ക്ഷമിക്ക്. കൂടിയാൽ 1 വർഷം ലീവ് കിട്ടുമ്പോൾ ഞാൻ പറന്നു വരില്ലേ? എങ്കിൽ പിന്നെ വൈകിക്കണ്ട, ഞാൻ ഇറങ്ങട്ടെ. തുടങ്ങിയല്ലോ കരച്ചില്. ചിരിച്ചുകൊണ്ട് ഇയാളെ യാത്രയാക്കാൻ പറയൂ എന്റെ ടീച്ചറെ. നല്ല ആളോടാ പറഞ്ഞത്. വരിക. വരട്ടെ മാഷേ. കരയരുത് കരയരുതെന്ന് ഉപദേശിക്കാൻ എളുപ്പാ. അയാളിപ്പോ സുഖമായിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് അങ്ങ് എത്തിയിട്ടുണ്ടാവും. കുട്ടി, രവിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. ഇനി ഇത്തിരി വെള്ളം ഒഴിക്കണം. മുളച്ച ശേഷം ഇത്തിരി ചാരം ഇടണം. അത്രേ ഉള്ളൂ. മാഷേ, മണി ഓർഡർ ഒന്നും ഇല്ലടോ. ആരയക്കാനാ മാഷേ? അതും ശരിയാ.
മിസസ് മായ രവീന്ദ്രൻ, കെയർ ഓഫ് രാവുണ്ണി നായർ. രവിയുടെ അമേരിക്കയിൽ നിന്ന് കുറെ എഴുതി കൂട്ടിയിട്ടുണ്ടല്ലോ പുതുമോടി. എനിക്കാ ആ. നോക്കട്ടെ. എന്താ എടുക്കാം? അയ്യോ, തരാൻ. ഇത്രയും കാലം ക്ഷമിക്കാന്ന് വെച്ചാൽ കുറച്ചുകൂടെ കാക്കാം. വിശേഷം ഞങ്ങളോട് കൂടെ പറയണട്ടോ. കത്ത് വന്നില്ലല്ലോ എന്ന് 2 ആഴ്ചയായിക്കൂട്ടി പറഞ്ഞോണ്ട് നടക്കുക. കൂടുതൽ കത്ത് വന്നപ്പോ വെറുതെ അതിനിട്ട് കളിപ്പിക്കുക. ഇത്തരം കത്തിന്റെ വിലയൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ ടീച്ചറെ. ചുമ്മാ ഇരിക്കുന്നു. ഞാൻ ഇറങ്ങണോ? വേണ്ട, രമണ പൊയ്ക്കോളൂ. എന്താ ഓട്ടോറിക്ഷയിലൊക്കെ ഇന്ന് പഠിപ്പില്ലേ കോളേജില്? ഉണ്ട്. നല്ല സുഖം തോന്നിയില്ല. ഒരു തലച്ചുറ്റൽ പോലെ. എപ്പോ? മുഖം വല്ലാണ്ട് വളർന്നിട്ടുണ്ടല്ലോ. പനിക്കുന്നുണ്ടോ? ടീച്ചറെ ഒന്നും കൂടി വരിക. പനിയൊന്നുമില്ല. അത് കുട്ടിയാ തീരുമാനിക്കാൻ. പനി ഉണ്ടാവും, അല്ലാണ്ട് മുഖത്ത് ഇത്രയും വാട്ടം വരില്ല. തലവേദന ഉണ്ടോ? ഇല്ല. കണ്ടില്ലേ? എന്തേ? മായമ്മക്ക് സുഖമില്ലാന്ന്. എന്താണെന്ന് ചോദിച്ചിട്ട് ആ കുട്ടി ഒന്നും പറയണില്ല. എന്തു പറ്റി? രാവിലെ കോളേജിലേക്ക് പോയ കുട്ടി സുഖമില്ലാണ്ട് ആ തിരിച്ചു വന്നിരിക്കണു. കണ്ടില്ല എന്റെ മുഖം? ഒന്നും മിണ്ടാണ്ട് രണ്ടാളും കൂടെ അകത്തോട്ട് പോയാൽ എങ്ങനെയാ? മാഷ് ഒന്ന് ബഹളം കൂട്ടാണ്ടിരിക്കും. ഇപ്പൊ വരാം. അല്ല അതല്ല ഞാൻ അവിടെ നിന്നാ മതി. ഒരു അസുഖം വന്നാൽ അതിനെന്താ പ്രതിവിധി എന്ന് ആലോചിക്കാണ്ട് രണ്ടാളും കൂടെ അകത്ത് കയറി നടയടിച്ചിരിക്കുക. വിവരം എന്ന് പറയുന്നത് അശേഷം തൊട്ട് അതെങ്ങനെയാ? പെണ്ണല്ലേ വർഗം. പുറകെ കിടന്നുകൊണ്ട് ഒരുമാതിരി കശപിശ വർത്താനം പറഞ്ഞോണ്ടല്ലോ. എന്തേ? ഒന്നുമില്ലെന്നേ. ഒന്നുമില്ല. ഒന്നുമില്ലെന്നാണോ തലകറങ്ങി വീണത്? മനുഷ്യനിട്ട് വേവലാതിപ്പെടുത്താണ്ട് കാര്യം എന്താ വെച്ചാ പറയൂ. ഇതേ മാഷ് ഇടപെടേണ്ട കാര്യമല്ല. എന്ന് വെച്ചാ? അല്ല, പുറത്തു പോകുമ്പോഴേ ആ ഡോക്ടർ മാലതിയില്ലേ, അവരോടൊന്ന് വരാൻ പറയുക. അത്രേ വേണ്ടു. അതിനെന്തിനാ ഡോക്ടർ മാലതി? ബാലമ്മേനല്ലേ അടുത്തുള്ളത്? അങ്ങനോട് വരാൻ പറഞ്ഞാ പോരെ? പോരാ. ഇതേ ലേഡി ഡോക്ടർ തന്നെ നോക്കേണ്ട കാര്യമാ. മനസ്സിലായോ? ഹായ്.